എല്ലാവർക്കും നമസ്കാരം. പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഇൻഡോ ചൈനീസ് വിഭവമാണ് ചില്ലി ചിക്കൻ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചില്ലി ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കാണാൻ പോകുന്നത്. ഇതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിനുള്ള ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക എന്നുള്ളതാണ്. ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനും ഉപയോഗിക്കാം. ചെറിയ ക്യൂബ്സ് ആയിട്ട് ഇതോടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് 500 ഗ്രാമാണുള്ളത്. ഇനി ചെയ്യേണ്ടത് ഇതിനൊരു മാരിനേഷൻ കൊടുക്കുകയാണ്. അതിനായിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഫ്രഷായിട്ട് പൊടിച്ച കുരുമുളക് പൊടി തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കണേ, 1 ടീസ്പൂൺ വിനാഗിരി, 1 ടീസ്പൂൺ സോയാ സോസ്, ഒരു മുട്ട വെള്ള, ഇത്രയും ചേർക്കുക. ഇനി നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂർ സമയം, അല്ലെങ്കിൽ നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്ന അത്രയും സമയം ഇത് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇതിലെ സോസിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കുകയാണ്. അത് തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെക്കുക. മീഡിയം സൈസിലുള്ള 2 സവാള ചെറിയ ക്യൂബ്സായിട്ട് ഏകദേശം 3 സെൻറ്റിമീറ്റർ വലിപ്പത്തിലുള്ള ക്യൂബ്സായിട്ട് മുറിച്ചെടുത്ത് ഇതുപോലെ വേർതിരിച്ചെടുത്ത് വെക്കണം. അതുപോലെ തന്നെ ഒരു വലിയ ക്യാപ്സിക്കം അതേ വലിപ്പത്തിൽ തന്നെ ക്യൂബ്സാക്കി അരിഞ്ഞെടുത്ത് വെക്കുക. പിന്നെ ഒരു 6-7 പച്ചമുളക് കനം കുറച്ച് അരിഞ്ഞെടുത്ത് വെക്കുക. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 1.5 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്ത് വെക്കുക. പിന്നെ ഒരു 15 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെക്കുക. പിന്നെ സ്പ്രിംഗ് ഒനിയനാണ് ആവശ്യമുള്ളത്. അതിൻ്റെ വെള്ളയും പിന്നെ ആ മുകളിലുള്ള പച്ച ഭാഗവും സെപ്പറേറ്റ് ആയിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്കുള്ള ഒരു സോസിൻ്റെ മിക്സും ഉണ്ടാക്കി വെക്കണം. ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ്, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ വിനാഗിരി, പിന്നെ 3 ടേബിൾ സ്പൂൺ വെള്ളം, ഇത്രയും ചേർത്തിട്ട് ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇങ്ങനെയുള്ള റെസിപ്പീസിൻ്റെ ഒരു പ്രത്യേകത ഇതിൻ്റെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള ആ ഒരു പ്രിപ്പറേഷൻ ടൈമാണ് നമുക്ക് കുറച്ച് കൂടുതൽ സമയം വേണ്ടി വരുന്നത്. ഇത് അടുപ്പിൽ വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പിന്നെ അധികം സമയമൊന്നും വേണ്ട. കൂടുതൽ വഴറ്റലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഹൈ ഫ്ലെയിമിൽ പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെ എല്ലാം തയ്യാറാക്കി വെച്ച് കഴിഞ്ഞു. ഇനി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിനു മുമ്പ് ഇതിലേക്ക് കുറച്ച് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കണം. ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇവിടെ നമ്മൾ ലൈറ്റായിട്ടുള്ളൊരു കോട്ടിംഗാണ് ചിക്കന് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനായിട്ടുള്ള എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നല്ല ചൂടുള്ള എണ്ണയിലേക്കാണ് നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം 170 ഡിഗ്രി സെൽഷ്യസ് ആണ് ഈ എണ്ണയുടെ ചൂട്. ഇതിലേക്ക് പുരട്ടി വെച്ച ചിക്കൻ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. 2 ബാച്ചായിട്ടാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ചിക്കൻ ചേർത്തതിന് ശേഷം ഒരു മീഡിയം ഹൈ ഫ്ലെയിമിലാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. പിന്നെ ഇത് ഓവറായിട്ട് ഫ്രൈ ആകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ആയാൽ ചിക്കൻ കൂടുതൽ ഡ്രൈ ആയി പോകും. ഞാനിവിടെ ഏകദേശം 6 മിനിറ്റ് ഇത് ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുകയാണ്. ഇത് ഫ്രൈ ആയി കിട്ടാനുള്ള സമയം ആ ചിക്കൻ പീസസിൻ്റെ സൈസ് അനുസരിച്ച് വ്യത്യാസം വരാം. ചെറിയ പീസായിട്ടാണ് അല്ലെങ്കിൽ സ്ട്രിപ്സ് ഒക്കെ ആയിട്ടാണ് മുറിച്ചെടുത്തതെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ആയി കിട്ടും. ഇനി കുറച്ചുകൂടി വലിപ്പമുള്ളതാണെങ്കിലും അതുപോലെ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് ഉപയോഗിക്കുന്നതെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാൻ കുറച്ചുകൂടി കൂടുതൽ സമയം വേണ്ടി വരും. ഇനി ബാക്കിയുള്ള ചിക്കനും ഇതേ രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ചിക്കൻ മുഴുവൻ വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കിനി സോസ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായി വന്നു കഴിയുമ്പോൾ 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. തീ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഈ എണ്ണ നന്നായി ചൂടാക്കി എടുക്കുക. ഇതിലേക്ക് ആ ക്യൂബ്സ് ആക്കി വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക.
1 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇളക്കി കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇനിയുള്ള എല്ലാ കാര്യങ്ങളും ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ചെയ്യേണ്ടത്. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം, പച്ചമുളക്, സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് പാർട്ട് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് 1 മിനിറ്റ് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കുക. 1 മിനിറ്റോളം വഴറ്റി കൊടുക്കുക. ഇനി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. അത് 1 മിനിറ്റോളം ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. അതിനുശേഷം തയ്യാറാക്കി വെച്ചിട്ടുള്ള സോസിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഒരു 2 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇളക്കി കൊടുക്കുക. ഇനി ആ സ്പ്രിംഗ് ഒനിയൻ്റെ പച്ച അരിഞ്ഞു വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ചിക്കൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ചില്ലി ചിക്കൻ്റെ ഡ്രൈ വേർഷനാണ് നമ്മളിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി നിങ്ങൾക്കിത് ഗ്രേവി ആയിട്ടാണ് താല്പര്യമെങ്കിൽ ഈ സോസ് ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്ത് തിളപ്പിക്കുക. എന്നിട്ട് അതിലേക്ക് കോൺഫ്ലവറിൻ്റെ ഒരു സ്ലറി ചേർത്ത് കൊടുക്കണം, ഗ്രേവി ഒന്ന് തിക്കായി കിട്ടാനായിട്ട്. അതിനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആ ഗ്രേവി കുറച്ചുകൂടി കൊഴുപ്പുള്ള ഒരു ഗ്രേവി ആയിട്ട് കിട്ടും. അതിനുശേഷം വേണം ഫ്രൈ ചെയ്തെടുത്ത് ചിക്കൻ ചേർത്ത് യോജിപ്പിക്കുക. ഇത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ചില്ലി ചിക്കൻ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് അരികിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.